വിരഹതാപമറിയാതിൻ ദേവോ
സർഗ എന്തോ പിടിച്ചു. എങ്ങനെയുണ്ടായി സർഗ? മാഷിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. അതെ. അപ്പോൾ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതെ, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടോട്ടെ. ഈ ഒരു റൗണ്ട് വന്നപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അയച്ചു കൊടുത്തു, ഈ പാട്ട് എനിക്ക് വേണം എന്ന്. അപ്പോൾ ഓക്കെ, ഇനി പാടിയത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സർ. മക്കളെ, മനോഹരമായിട്ടുള്ളൊരു കോമ്പസിഷൻ. ഈ റെക്കോർഡിങ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, ആ തിയേറ്ററിൽ രവീന്ദ്ര മാഷിനൊപ്പം ഉണ്ട്. അപ്പം ഇത് ആ സോളോ വേനിൽ വായിച്ച കല്യാൺ സുന്ദരൻ സാറായിരുന്നു. ആഹാ, ആ ഒരു അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു സാറ് വായിച്ചപ്പോൾ. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. നവീനായിരുന്നു ഫ്ലൂട്ട് വായിച്ചത്, പിന്നെ സമ്പത്തണ്ണനായിരുന്നു ഇത് കണ്ടക്ട് ചെയ്തത്, സമ്പത്ത് സെൽവം. അദ്ദേഹം ഇപ്പോൾ ഇല്ല, ജീവനോടില്ല, ഈ അടുത്താണ് പോയത്. ഇപ്പോൾ ആ റെക്കോർഡിങ് മൊത്തം നമ്മുടെ പാർസാരഥി തന്നെ വീണ എല്ലാവരെയും ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. അപ്പം മോളെ, നല്ല പാട്ട്, മോള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ ഇതിൽ എനിക്ക് ആ ആലാപ്പിൻ്റെ ലാസ്റ്റ് ആ ഒന്ന് പാടാമോ? അതുപോലെ മോളെ, ഗോപിക വസന്തം തേടി. ഗോപിക വസന്തം തേടി. ഇതല്ല പാടിയത്, തേടി. അങ്ങനെ എന്തോ ഒരു ശുഷ്കിച്ച ഒരു തേടിയായിപ്പോയി. അതല്ല വേണ്ടത്, തേടി. അതാണ് തേടി. തേടി വനമാലി. വനമാലി നവനവ ഗോപിക വസന്തം തേടി. മോളെ, തേടി. അത്ര വലിച്ചു വിഴുക്കാനല്ല പറഞ്ഞ ഞാൻ. തേടി അന്ന് പാടുന്ന അത് വേണ്ട. തേടി വനമാലി. ആ തേടിക്ക് ഒരു സുഖമുണ്ട്. മോള് പാടിയൊക്കെ മോള് കേട്ട് നോക്ക്, ഒരു സുഖമില്ല അത് കേൾക്കാൻ. വെറും പ്ലാസ്റ്റിക് തേടിയാണ് മോള് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ തേടി വനമാലി എങ്ങനെ നിർത്തുന്ന മോള്? വസന്തം തേടി. അതെന്താണ് ഐറ്റം? തേടി വനമാലി. മോളെ, തേടി തേടി വനമാലി. ആ, അതെപ്പോഴും അത് ശരിയായിക്കണം. പിന്നെ നെഞ്ചിലേറ്റിയ പൊൻതാരകമാണി രാധ. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണി രാധ. മോളെ, രാധ അല്ല, രാധ. രാധ. മോളെ, നീലമേഘം നീലമേഘം. അതിനൊക്കെ ഒരു എന്താ പറയണ്ട, ഒരു ഹൈലി റൊമാൻറ്റിക് പാട്ടല്ലേ. മോളിത് കണ്ടിട്ടുണ്ടോ ഈ പാട്ട്? ഫിലിം കണ്ടിട്ടുണ്ട്. ഉഗ്രം പാടാം, അസാധ്യ പാടാം. അയ്യോ. അപ്പൊ മക്കളെ, അതൊന്നും ഒന്ന് കൃത്യമാക്കിക്കൊള്ളുവേടാ കേട്ടോ. ഒന്നാ തേടി എന്നുള്ളത് അടിക്കാൻ തോന്നി എനിക്ക്. അപ്പൊ തേടിക്കൊക്കെ ഒരു സുഖമുണ്ടടാ. പിന്നെ അത് വേണ്ടേ ഇങ്ങനെ? ഗോപിക വസന്തം തേടി വനമാലി. ഇങ്ങനെ ആക്കാത്ത എന്തായിരുന്നു മോള്? അല്ല, ഞങ്ങള് പ്രതീക്ഷിച്ച മോളെ അത് തേടണ്ടേ, പാർവതി പറയുന്ന പോലെ. നീ പാടിപ്പോ ഞാൻ ഇങ്ങനെ കളിക്കായിരുന്നു. കോച്ചിപ്പോയി. അത്രേ ഉള്ളൂ മോളെ. നന്നായിരുന്നു മോളെ, എനിക്കിവിടെ പറയാനുള്ളത്, പാർവതി ആ കൊച്ചിനോട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത്, പരാമർശിക്കാനുള്ളത്. ആദ്യം ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു സാർ? അല്ല, അത് തെറ്റൊന്നും പറയില്ല, ഓരോ ചിന്തകളാണ്, അത് കറക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതായത് രവീന്ദ്രൻ മാഷ്ട പാട്ടെടുക്കാൻ കുറെ പാടുപെടും എന്ന് പറഞ്ഞു. അതല്ല, പാട്ട് എടുത്താലാണ് പാടുപെടും. അങ്ങനെ സമാധാനം.
അതിപ്പോ മനസ്സിലായി. മനസ്സിലായല്ലോ, എടുത്തിട്ടാണ് ഈ പാട് ഇപ്പൊ കണ്ടല്ലോ. മോൾ അതിന്റെ ആ പാട്ടിന്റെ നൊട്ടേഷനൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ട്. എനിക്ക് ആ ഫസ്റ്റ് ആലാപും പല്ലവിയും കഴിഞ്ഞിട്ട് ഋതത്തിൻ്റെ ഒപ്പം ആ ഫസ്റ്റ് പല്ലവി പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഒരു ബോൾഡ്നെസ് ഉണ്ടായിരുന്നു പാടുന്നതിൽ. അതുവരെയ്ക്ക് ഇങ്ങനെ പാവം അങ്ങനെ ഒരു വയ്യാത്തൊരു ഫീലിലാണ് വന്നത് തുടങ്ങിയത്. പക്ഷേ അപ്പോഴത്തന്നെ അങ്ങോട്ട് അത് ഗ്രിപ്പ് എടുത്തു. പിന്നെ അനുപല്ലവിയൊക്കെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റാണ്, എന്നാൽ മുഴുവനാവുന്നില്ല. അതിൻ്റെയൊക്കെ അടുത്ത കൂടെ പോയി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നൊരു ഫീൽ. അതിപ്പോൾ ശരത് സാർ മോള് എല്ലാം പറഞ്ഞു തന്നില്ലേ, ആ യാത്രയിൽ മനസ്സിലായല്ലോ. ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഇതില്. ഈ രാഗം പ്രാക്ടീസ് ചെയ്യണം അല്ലേ, ഈ രാഗം പ്രാക്ടീസ് ചെയ്ത് തന്നെ വരും ഇതൊക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സാർ. ചേച്ചി സർഗ, എന്തോ? ബ്യൂട്ടിഫുൾ, താങ്ക് യു മാം. സർഗാത്മകമായിരുന്നു. താങ്ക് യു മാം. ഒന്നാമത് രവീന്ദ്ര മാഷ്ട ഈ പാട്ട്, അത് ഏതാ രാഗം? ഷൺമുഖപ്രിയ. ആഹാ, എന്തൊരു മനോഹരമായ രാഗമാണ്. ഈ രാഗത്തില് മാഷ്ട ഈ ഒരു പാട്ട് നിറഞ്ഞു നിൽക്കും. അതിപ്പോ അതിപ്പോ വെറുതെ ഫ്ലൂട്ടിൽ വായിച്ചാൽ പോലും ഈ പാട്ടിനൊരു നിറവാണ്. ആ ശബ്ദം അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പാട്ടിനകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തെത്തും. അത്ര മനോഹരമായ പാട്ടാണ് ഇത്. മോള് ഭംഗിയായിട്ട് പാടി. താങ്ക് യു മാം. ഇപ്പം സാറ് പറഞ്ഞു തരുമ്പോൾ അത് ആ കറക്ഷൻസ് പോലും പെട്ടെന്ന് മനസ്സിലാക്കി പാടുന്നുണ്ട്. ഓക്കെ, ഇനി നന്നാവട്ടെ. ഈ പാട്ടിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട് നന്നാവാൻ, ഇനി ഒരുപാട് നന്നാവാനുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒരു പാട്ടാണ്. പിന്നെ ഡ്യൂവറ്റ് അല്ലേ, ഡ്യൂവറ്റൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പാടുന്നു, കയ്യടി അർഹിക്കുന്നു. മുല്ലപ്പൂവൊക്കെ ചൂടി പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിന്ന് പാടി, മനോഹരമായിട്ട് പാടി. താങ്ക് യു. എനിക്കിതില് രവീന്ദ്ര മാഷ്ട പാട്ടുകള് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടം. ഇപ്പൊ കൊച്ചു കുട്ടികളായാലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും മാഷ്ട സംഗീതത്തിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് അല്ലേ. കാരണം അതൊരു ലൈഫിൽ കിട്ടുന്ന ഒരു വൺ ടൈം സന്തോഷമാണ്. എനിക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓർമ്മ. പക്ഷെ ഈ ഒരു ഓർമ്മ എനിക്ക് വളരെയധികം ഇമോഷണൽ മൊമെൻ്റാണ്. കാരണം ഇങ്ങനെ സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിൽ പാട്ട് പാടി കേട്ടിട്ടാണ് മാഷ് വിളിക്കുന്നത്. മാഷ് വിളിച്ച് എനിക്കത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അത് എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സുകൊണ്ട് മാഷ് ഈ പാട്ട് കേട്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് മാഷെ കാണാൻ സാധിക്കും എന്നുള്ള എന്തോ ഒരു ഫീലിംഗ്. കാരണം നമുക്ക് ഈ പറഞ്ഞ മാതിരി അവിടെ ഓഡിഷന് മാഷെ കാണാൻ എത്തിപ്പെടാനൊന്നും ഒരു വഴിയില്ല. അപ്പം അന്ന് ഈ ഓഡിഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സാർ, അങ്ങനെ ഈ വോയിസ് ടെസ്റ്റും കാര്യങ്ങളില്ല. അപ്പം മനസ്സിലിങ്ങനെ ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഫോൺ കോളാണ്, അത് ദൈവസത്യമായിട്ട് എനിക്ക് വന്ന ഫോൺ കോളാണ്. രവീന്ദ്ര മാഷ്ട ഒരു പാട്ട് പാടാനുണ്ട്, അതുകൊണ്ട് മാഷാണ് വിളിക്കുന്നത്. അപ്പോൾ മാഷ് വിളിച്ചിട്ട് മോളെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടു, മോൾക്ക് ഞാനൊരു പാട്ട് തരാം, എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ വിളിക്കുന്നത്, നന്നായി പാടണം. അങ്ങനെയാണ് വടക്കുംനാഥൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ പാഹി പരമ്പൊരുളെ എന്ന് പറഞ്ഞ പാട്ട് പാടുന്നത്. അപ്പം അത് ഇപ്പം ഈ പറഞ്ഞ മാതിരി സാർ പറഞ്ഞ മാതിരി വളരെ ചിൽ ഔസഫ് സാറിനെയൊക്കെ പറഞ്ഞ പോലെ ചില്ലാണ് രവീന്ദ്ര മാഷ്. ബൂത്തിൽ കയറുന്നവരെ പാടുന്ന സമയത്ത് മാഷ് സ്ട്രിക്റ്റ് ആണ്. 3-4 പ്രാവശ്യം പാടി ശരിയായില്ലെങ്കിൽ മാഷ് വഴക്ക് പറയും, അത് ഉള്ളതാണ്. അപ്പം അങ്ങനെ എനിക്കൊരു വെച്ചാൽ മാഷിന്റെ സംഗീതത്തിൽ ഒരു പാട്ടെങ്കിലും പാടാൻ സാധിച്ചു എന്നുള്ളതാണ്. അവസാന കാലഘട്ടത്താണ് ഈ ഒരു ലാസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു സിനിമ വടക്കുംനാഥൻ. അപ്പൊ അതിൽ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. ചേച്ചിക്ക് അങ്ങനെ കുറെ ഭാഗ്യല്ലേ ഈ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ. ആ സമയത്ത് അതായി പറയുന്നത് ജനിച്ച ടൈമിംഗ് ഉണ്ടല്ലോ. അതെ, അച്ഛനും അമ്മയ്ക്കും താങ്ക്സ്. അതെ സത്യം. ഓക്കെ മോളു, താങ്ക് യു. ഇങ്ങനെ ഓർമ്മകൾ നിങ്ങൾ എല്ലാവരും ഓരോ ഓർമ്മകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആക്ച്വലി ആ ഓർമ്മയിലേക്ക് പോകുന്നു. ഇതൊക്കെ ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. രണ്ടുപേരും പാടിയില്ലല്ലോ. അതെ അതൊന്നും രണ്ടുപേരും
സൂപ്പർ ഫാന്റാസ്റ്റിക്. സൂപ്പർ Thank you, sir. സൂപ്പർ. Thank ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സാർ, യെസ് സാർ. മാർക്ക്. മക്കളെ എന്തോ 8.5. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി? മോളൂസേ എന്തോ 8.4. താങ്ക് യു താങ്ക് യു ചേച്ചി. സാർ? ഓക്കെ, ചുരുട്ടിക്കുട്ടി ഇട്ട് നേരത്തെ. സോ ടോട്ടൽ 16.9. ഓക്കേടാ.